അപ്പോൾ ഇത് കണ്ട് കുറേ പേര് ഈ സംഭവം കാണുമ്പോൾ തന്നെ ഇനി എന്തെങ്കിലും എസ്ടിഡിയോ അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇത് സെഷ്യൽ ട്രാൻസ്ഫർ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിക്കും. ആൻജിയോ കെരാറ്റോമ, അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കണ്ടീഷൻ. ഇത് പറയുന്നത് സിമ്പിളാണ്. പ്രത്യേകിച്ച് നമുക്ക് തല പുകഞ്ഞ് ആലോചിക്കാനൊന്നുമില്ല. നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു പാപ്യൂള്, അതായത് സ്കെയിലി ആയിട്ടുള്ള ഒരു പാപ്യൂള്. അത് എന്തുകൊണ്ടുണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെസൽസിൻ്റെ ഒരു ഡയലേഷൻ, അതും അതുപോലെ തന്നെ എപ്പിഡെർമൽ ആയിട്ടുള്ള തിക്കനിങ്ങും ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു സ്കെയിലി ആയിട്ടുള്ള ഒരു പാപ്യൂളിനെ പറയുന്ന അത് മേ ബി ഒരു റെഡോ അല്ലെങ്കിൽ പർപ്പിൾ കളറോ. ഇത് എവിടെയാണ് യൂഷ്വലി കാണാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റാണ് ഇതിൻ്റെ മെയിൻ പ്രധാനം. ഒന്നില്ലെങ്കിൽ സ്ക്രൗട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വൾവ റീജിയനിലോ ആണ് ഇത് യൂഷ്വലി കാണാറുള്ളത്. ഈ സ്ക്രോട്ടത്തിൽ കാണുന്ന ആൻജിയോ കെരാറ്റോമാസ് യൂഷ്വലി എന്തെങ്കിലും വെരിക്കോസിറ്റി കാലിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഗ്വൈനൽ ഹെർണിയ ഉണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ യൂഷ്വലി അത് കാണാറുണ്ട്. മേ ബി അതിൽ വീനസ് പ്രഷർ കൂടുന്നത് കൊണ്ടായിരിക്കും ആ ഡൈലേഷൻ കൂടുതലായിട്ട് അവിടെ ആ റീജിയനിൽ സ്ക്രോട്ടത്തിൽ കാണുന്നത്. വൾവാർ ആൻജിയോ കെരാറ്റോമാസ് യൂഷ്വലി കാണാറുള്ളത് യങ് ഏജിൽ തന്നെ വുമനിൽ കാണുന്നത് പ്രഗ്നൻസി ആ ഒരു ടൈമിൽ യൂഷ്വലി അവിടെ ഇങ്ങനത്തെ ആൻജിയോ കെരാറ്റോമാസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും യൂഷ്വലി ആ വൾവാർ റീജിയൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാപ്യുളാർ, അതായത് റെഡിഷ് ഓർ പർപ്പിളിഷ് കളറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാപ്യുള് പോലെ നമുക്ക് കാണാറുണ്ട്. ഇത് ഏർലി ലീഷൻസ് ആണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും, അധികം ലൈറ്റ് കളറായിരിക്കും, അധികം റെഡിഷ്നെസ്സോ അല്ലെങ്കിൽ പർപ്പിളിഷ്നെസ്സോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര കംപ്രസ് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഏർലി അല്ല, പിന്നെ ലേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടിയും ഓൾഡർ ആയിട്ടുള്ള ലീഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഹാർഡായിരിക്കും, അങ്ങനെ കംപ്രഷനിലൊന്നും വരില്ല. പിന്നെ കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും കളറും, അതൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ലീഷൻസ് കണ്ട് കുറേ പേര് STDs ഏതെങ്കിലും ആവോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് ചോദിക്കാൻ വരാറ്. പക്ഷേ ഇത് ഈ സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു STDയോ അല്ലെങ്കിൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല. ഇതെന്ന് പറയുന്നത് പ്യുവർലി നമ്മുടെ ഒരു ഡൈലേഷൻ ഓഫ് ദ സൂപ്പർഫിഷ്യൽ വെസൽസും അതല്ലെങ്കിൽ എപ്പിഡെർമൽ തിക്കനിങ്ങും കൊണ്ടുണ്ടാവുന്ന ഒരു സ്കെയിലി ആയിട്ടുള്ള പാപ്യൂളാണ്. വേറെ പേടിക്കാനുള്ള ഒന്നുമല്ല. ഇത് കോസ്മെറ്റിക്കലി കൺസേൺ ആയിട്ടുള്ള ലീഷൻ ആണെങ്കിൽ നമുക്കത് ഇലക്ട്രോകോട്ടറി വെച്ചോ അല്ലെങ്കിൽ ലേസർ വെച്ചിട്ടോ നമുക്കത് റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് അത്രയും കൺസേൺഡ് ആയിട്ട് പേടിക്കേണ്ട ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല.